ഇത്തിരി തണുത്തത് കഴിച്ചിട്ടാവാം ചൂടുള്ള വിശേഷങ്ങൾ. ആന്റി അങ്കിൾ ബബ്ബ കാണുമെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പഴയ പഞ്ചാബി ഹൗസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അതൊന്നും കാണാറില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ബട്ട് ഇനി അങ്ങോട്ട് ദാറ്റ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പൊ അങ്ങനെയൊന്നല്ല, എപ്പോഴും അങ്ങനെ തന്നെയാ. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. ദിലീപിന് ആക്ച്വലി സിനിമ മാത്രമല്ലല്ലോ ദിലീപിന്റെ ഒരു കരിയർ എന്ന് പറയുന്നത്. ദിലീപ് ഒരുപാട് വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതുപോലെ ദിലീപിന് ഒരുപാട് വരുമാന മാർഗങ്ങൾ വേറെയുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ ഒരു നമ്പർ. അപ്പൊ ദിലീപ് ഈ പണി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ളവർക്ക് കൂടി അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാൻ ദിലീപ് വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ട് ബാക്കിയുള്ളവരെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പറയരുത്. ആസ് എ ഓഡിയൻസ് നമ്മളെ അയാൾ എങ്ങനെ എന്റർടൈൻ ചെയ്യിക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അല്ല ആക്ടറിന്റെ വ്യക്തി ജീവിതത്തിനെപ്പറ്റി നമ്മൾ ഇപ്പം ലാലേട്ടന്റെ ഒരു മൂവി കാണാൻ പോകുന്നത്, ലാലേട്ടൻ എന്താണ് വ്യക്തി ജീവിതത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ തിരയാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോളെ കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ആള് അത് പ്രൂവ് ചെയ്യുന്നത് വരെ എന്തായാലും ആ ഒരു സംശയത്തിന്റെ നിഴലിൽ തന്നെ നിർത്താനാണ് എനിക്ക് താല്പര്യം. സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്, സിനിമ കാണുന്ന ആളാണ് ഞാൻ. പക്ഷെ ഞാൻ സിനിമ ബഹിഷ്കരിച്ചുകൊണ്ട് ഉള്ള അനുകൂലം അങ്ങനെ നടപടിയിലേക്ക് ഞാനില്ല. ഓക്കെ, സിനിമ കാണും. നമ്മൾ വിശ്വസിക്കുന്നത് മാത്രം ശരിയെന്ന് ശാഠ്യം പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. യൂണിവേഴ്സൽ ഫ്ലോ ഒന്നേ ഉള്ളൂ, അതിലോട്ട് അങ്ങോട്ട് കണക്ട് ആയാൽ മാത്രം മതി. ബാക്കിയുള്ളതെല്ലാം പൊളിറ്റിക്സാണ്. മനസ്സിലായില്ലേ? അത് ദിലീപിന്റെ ബബ്ബ റിലേഷൻ ആണ്. സിനിമ കാണോ? ഇല്ല, കാണില്ല. ഒരല്പം കരുണ എന്നോട് കാട്ടിക്കൂടെ? അത് പുള്ളിക്കാരൻ ഒരു പെർപെട്രേറ്റർ ആണ്. പുള്ളിക്കാരന്റെ പടങ്ങൾ കാണാനായിട്ട് എനിക്ക് താല്പര്യമില്ല. നീ എന്നെ കൈവിടരുത്. എനിക്കെല്ലാമായി തൃപ്തിയായി.